എടുത്തുചാടി ഒന്നും ചെയ്യേണ്ട സമയമല്ല ഇത്. അങ്ങനെ ചെയ്താൽ ആപത്തിലാവാൻ പോകുന്നത് നിന്റെ സച്ചേട്ടന്റെ ജീവനായിരിക്കും. നിനക്ക് ഓർമ്മ തിരിച്ചു കിട്ടിയെന്ന് അവന്തിക മനസ്സിലാക്കിയ ആ നിമിഷം അവൾ സച്ചേട്ടനെ ഇല്ലാതാക്കും. രണ്ടുപേരും തമ്മിൽ കണ്ടുമുട്ടിയ അവർ മേടത്തെ തീർക്കും. അതല്ലേ കറക്റ്റ്? അതിനു മുമ്പ് സച്ചി അർച്ചനയും എനിക്ക് ഫിനിഷ് ചെയ്യണം. അർച്ചനയ്ക്ക് ഓർമ്മ തിരിച്ചു കിട്ടിയാൽ ആ നിമിഷം സച്ചി തീർത്തേക്കണം. അവളെ തീർക്കാനുള്ള വഴി അന്വേഷിച്ച് ഞാൻ അവളോട് സൗഹൃദം നടിച്ച് ആ വീടിനകത്ത് കയറി. ഇപ്പോ അവൾ എന്റെ കയ്യിലെ കളിപ്പാവയാ. അപ്പൊ പിന്നെ മേഡത്തിന് അവളെ തീർക്കാൻ എളുപ്പമാണല്ലോ. അതിന് തന്നെയാണല്ലോ ഞാൻ അവളെ സ്നേഹിച്ച് ആ വീടിനകത്ത് വരെ കയറിയത്. സച്ചിയും അർച്ചനയും തമ്മിൽ ഒരിക്കലും കണ്ടുമുട്ടരുത്. കണ്ടുമുട്ടാൻ അവൻ ഉണ്ടാവരുത്. ആലോചനയില്ലാത്തൊരു പ്രവൃത്തി മതി നിന്റെ ചുറ്റും നിൽക്കുന്ന ഒരു പിടി നല്ല മനുഷ്യരെ തകർത്തെറിയാൻ. നിന്റെ അനുവാദമില്ലാതെ നിന്റെ ഒരു വിരൽത്തുമ്പിൽ പോലും സ്പർശിക്കാത്തവനാ ഗോകുൽ. നിന്നെയും നിന്റെ കുഞ്ഞിനെയും സംരക്ഷിച്ച ആ നന്മ കണ്ടില്ല നടിക്കാൻ നിനക്ക് പറ്റുമോ? മോളെയും കൂട്ടി ഒരു നിമിഷം കൊണ്ട് നീ എല്ലാം ഇട്ടെറിഞ്ഞിട്ട് പോയാ ഈ കുടുംബത്തിന്റെ സന്തോഷം നീ കാരണം ഇല്ലാതായ ഓർമ്മയില്ലാത്ത കാലം മുഴുവൻ നിനക്കും കുഞ്ഞിനും അഭയം തന്നതിന് അതാണോ നീ കൊടുക്കേണ്ട പ്രതിഫലം? ഞാൻ എന്ത് ചെയ്യേണ്ട ഈശ്വര? എന്തൊക്കെ സംഭവിച്ചാലും എന്റെ സച്ചിന്റെ അടുത്തേക്ക് മടങ്ങി പോവാതിരിക്കാൻ എനിക്ക് പറ്റില്ല. ആ മനസ്സ് വിങ്ങുന്നത് ഞാൻ അറിയുന്നുണ്ട്. ആ വേദന ഞാൻ കണ്ടതാ. കടന്നുപോയത് വർഷങ്ങളാ. കുറച്ച് സമയം കൂടി നീ സഹിച്ചേ പറ്റൂ. സച്ചേട്ടന്റെ സങ്കടം മാറ്റേണ്ടതും ഈ കുടുംബത്തിന്റെ സന്തോഷങ്ങൾ തകരാതെ നോക്കേണ്ടതും നീയാണ്. രണ്ടും നിന്റെ കടമയാണ്. മറ്റെല്ലാം മറന്ന് സച്ചേട്ടനോടൊപ്പം പോയാലും വീണ്ടും നിങ്ങൾ അവന്തികയെ ഭയന്ന് തന്നെ ജീവിക്കണ്ടേ? അവന്തികയുടെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാവണം. അതിന് സമൃദ്ധിയായി ഈ വേഷം നീ കുറച്ചു നാളും കൂടി തുടർന്നേ പറ്റൂ. താലിമല വീണത് ദേവിയുടെ പാദങ്ങളില. ഇതിൽ കൂടുതൽ പുണ്യം വേറെന്ത് വേണം? ദീർഘമാംഗല്യം തന്നെയാ ദേവി അനുഗ്രഹിച്ച് തന്നിരിക്കുന്നത്. ഈ താലിച്ചരടിന്റെ ബന്ധം ജന്മങ്ങൾ നീളും.